ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ഞാൻ കുറെ ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട് കുറെ പേര് മെസ്സേജ് ഇട്ട് ചോദിച്ചു, കമന്റ് ഇട്ട് ചോദിച്ചു, ചേച്ചിയെ കാണുന്നില്ലല്ലോ, സുഖമാണോ, എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ ചോദിച്ച് എല്ലാവർക്കും എന്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. കാരണം എന്നെ 2-3 ദിവസം കാണാഞ്ഞപ്പോ നിങ്ങള് എല്ലാരും എന്നെ അന്വേഷിക്കുന്നുണ്ട്, അതിലൊത്തിരി സന്തോഷമുണ്ട്. ഞാൻ കുറെ ബിസി ആയിരുന്നു, ഓഫീസിൽ ബിസി, അതൊരു കാര്യം. പിന്നെ ഈ ഇടയ്ക്ക് 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ, ഞങ്ങളുടെ ഈ ഫ്ലാറ്റിൽ 3 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ ആയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഫുൾ ഫാസ്റ്റിംഗിലായിരുന്നു. അങ്ങനെ പിന്നെ 2 ദിവസം ചേച്ചിയും പിള്ളേരും, അതായത് വിജീസ് കിച്ചൺ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ആയിട്ട് ഞാൻ ശരിക്കും ബിസി ആയിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാനോ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ടാബിൽ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പോലും എനിക്ക് ടൈം കിട്ടിയിരുന്നില്ല, ക്ഷമിക്കണേ. അപ്പൊ ഇതിനിടയ്ക്കൊക്കെ ടൈം കിട്ടിയപ്പോ, കാരണം ഒരാഴ്ച ദിവസം ലീവായിരുന്നു, അപ്പോൾ ഈ ഇടയ്ക്ക് കുറച്ച് ചില ദിവസങ്ങളിൽ അല്പം ടൈം കിട്ടിയപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോയി ചില ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അതിന്റെ കുറച്ച് പ്രോഡക്ട്സ്, നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ, എല്ലാ വീട്ടിലും വേണ്ട സാധനങ്ങളൊക്കെയാ. അപ്പോൾ അത് ഞാൻ മേടിച്ചത് നിങ്ങളെ ഒന്ന് കാണിക്കാം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ട്, അത് മാത്രമേ കാണിക്കുന്നുള്ളൂ. സാധാരണ ഡിമാർട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ എന്ത് മേടിച്ചാലും അതിന്റെ എല്ലാം വീഡിയോ നിങ്ങളെ കാണിക്കാറുണ്ട്. അതായത് ചീസോ ബട്ടറോ പിന്നെ സോപ്പുകളോ അങ്ങനെ അതൊന്നും കാണിക്കുന്നില്ല. നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാകട്ടെ. അതിനുശേഷം ഉടൻ തന്നെ ഞാൻ വ്ളോഗോ റെസിപ്പിയോ ബ്യൂട്ടി ടിപ്സോ ഒക്കെ ആയിട്ട് വരാം. ഒന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പലർക്കും എന്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ്ഡ് എന്ന് താഴെ കാണിക്കും, എന്നിട്ട് അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ബെൽ ബട്ടൺ കാണും. അതുകൂടി പ്രസ് ചെയ്ത് ഓപ്ഷൻ ഓൾ വീഡിയോസ് എന്നാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. യൂട്യൂബിന്റെ പുതിയ സെറ്റിംഗ്സ് എന്തൊക്കെയാണെന്ന് അറിയില്ല, കാരണം പലർക്കും ഈവൻ ഞാൻ പല ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ടുണ്ട്, അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല. ഞാൻ അവര് വീഡിയോ ഇട്ടോ എന്ന് ചെന്ന് നോക്കുമ്പോഴാണ് വീഡിയോ ഇട്ടിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വരുന്നില്ല. ഞാൻ പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യും, അപ്പോൾ മാത്രമാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമാണ്, എന്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നോക്കാം ഞാൻ എന്തൊക്കെയാണ് ഈ 2-3 ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്തതെന്ന്. അപ്പൊ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു നോൺ സ്റ്റിക് സെറ്റാണ്. വണ്ടർ ചെഫിന്റെ, എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു വണ്ടർ ചെഫിന്റെ പാത്രങ്ങൾ മേടിക്കണം എന്നുള്ളത്. ഞാൻ ഓൺലൈനൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഡിമാർട്ടിൽ പോയപ്പോൾ കറക്റ്റ് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കിട്ടി. പക്ഷെ കളറ് എനിക്കിതല്ലായിരുന്നു വേണ്ടത്. ഇവരുടെ തന്നെ ചുമന്ന കളറ്, പച്ച കളറൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അതല്ല കിട്ടിയത്. ഞാൻ കാണിക്കാം. ഇത് 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. ഈ ഒരു സെറ്റില് അടപ്പുൾപ്പെടെ അവര് 4 പീസാണ് പറയുന്നത്. നമ്മുടെ ഈ സാധനം ഉണ്ട്, കുറെ ദിവസത്തേക്ക് എനിക്കായിട്ടുണ്ട്. അപ്പോ ഇത് അടപ്പുൾപ്പെടെയാണ് 24 സെന്റിമീറ്റർ ആണ്. അവർ പറയുന്നത് 2.7 ലിറ്റർ എന്നാ. നല്ല വെയിറ്റും ഉണ്ട്. അതിന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു വണ്ടർ ചെഫിന്റെ മേടിക്കണമെന്ന്. ഈ അടപ്പ് ഇതിന് നമുക്ക് യൂസ് ചെയ്യാം, സെയിമാ. ഇതും 24 സെന്റിമീറ്ററിന്റെ ഫ്രൈ പാനും. ഇത് ദോശത്തവ, ഇത് 28 സെന്റിമീറ്ററിന്റെ ആണ്. ഇതിന് പക്ഷെ ചെറുതായിട്ട് തരിതരി പോലെ കയ്യിൽ ഫീൽ ആവുന്നുണ്ട്. അതിന് അങ്ങനെ ഉള്ളതാണോ, ഫിനിഷിങ്ങിന്റെ പ്രോബ്ലം ആണോ? പക്ഷെ ഇതങ്ങനൊന്നുമില്ല, ക്ലീനാ. ഇതും നല്ല ക്ലീനാ. പിന്നെ അവരുടെ കാർഡ്, വാറണ്ടി കാർഡ് 2 വർഷത്തെ. ഇത് അവരുടെ തന്നെ കുറെ റെസിപ്പികളാണ് ഇതിനകത്ത് കുക്ക് ചെയ്യാനുള്ള. അപ്പൊ ഇതിനകത്ത് നല്ല റെസിപ്പികളെങ്ങാനും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരു ഓഫർ ഇവിടെ നടക്കുകയായിരുന്നു. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ഈ 3 എണ്ണത്തിനും കൂടി 4500 രൂപ. എനിക്ക് കിട്ടിയത് 1799 രൂപ, അതായത് 1800 രൂപയ്ക്ക്.
അപ്പൊ ഇത് കാണുന്ന പലരും ഇപ്പൊ ചോദിക്കും ഇത് എവിടെ നിന്നാണ് വാങ്ങിയത്. ഞാനിവിടെ ബോംബെയിലെ നാഹൂറിലുള്ള ഡിമാർട്ടിൽ നിന്നാണ് മേടിച്ചത്. വേറെ ഏതൊക്കെ ഡിമാർട്ട് സെന്ററിൽ ഇത് കിട്ടും എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ ഞാൻ മേടിച്ചത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി മേടിച്ചതാണ് ഇത്. അയ്യോ, അങ്ങോട്ട് കേറിയാൽ ഏതെടുക്കണമെന്ന് അറിയത്തില്ല. എന്തോരം ഡബ്ബകളും പിന്നെ ഈ തുണികളും ഒക്കെ അലമാരിയിലിട്ട് വെക്കാൻ പറ്റിയ സൈസിലുള്ളതും ഏതെടുക്കണമെന്ന് അറിയത്തില്ല. ഇത് ഞാനിപ്പോ ഫ്രിഡ്ജിൽ യൂസ് ചെയ്ത് തുടങ്ങി. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണ്. ഇത് ഞാനിപ്പോ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് കഴുകി എല്ലാം കവറിനകത്താക്കി ഇങ്ങനെ ഇതിൽ വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് സ്ഥലവും സേവ് ആവും, നല്ല ക്ലീൻ ആയിട്ട് ഇരുന്നാലും. ഇതിനകത്ത് എന്ത് വേണേലും ഇട്ട് വെക്കാമേ, വെജിറ്റബിൾസോ. നല്ല ടൈറ്റുമാണ്. ഇതിന് 129 രൂപയാ. വീണ്ടും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ ഇത് ഫ്രിഡ്ജിൽ ഈസി ആയിട്ട് ഇരിക്കും. നല്ല കറക്റ്റ് അളവായത്. ഇത് ഞാൻ ഇതുപോലെ വെജിറ്റബിൾസ് ഇട്ട് വെക്കാനായിട്ട് ഇപ്പൊ ഇതിനകത്ത് ഞാൻ വെണ്ടയ്ക്കയും തക്കാളിയും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ സ്ഥലം നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അതുപോലെ ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും. ഫ്രിഡ്ജ് നല്ല വൃത്തിയായിട്ടിരിക്കും. അതാണ് ഇതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. ഇത് ഡിമാർട്ടിൽ നല്ല ഒരു ഞാൻ സാധനങ്ങൾ മേടിക്കുന്ന ഒരു കടയുണ്ട്. അവിടുന്ന് മേടിച്ചതാ ഈ കേക്ക് ടിന്. ഇത് 190 രൂപയുടെ 150 രൂപയ്ക്ക് കിട്ടിയേ. ഇത് ഒരു പ്ലാസ്റ്റിക് ഡബ്ബയാണ്. ഇത് എന്തേലും നമുക്ക് ഇട്ട് വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പപ്പടം പൊള്ളിച്ചോ അല്ലെങ്കിൽ ചപ്പാത്തി ഇട്ട് ഫ്രിഡ്ജിൽ വെക്കുകയോ ഒക്കെ ചെയ്യാം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇത് 140 രൂപ. 140 രൂപയുടെ ഇതെനിക്ക് കിട്ടിയത് 90 രൂപയ്ക്കാണ്. ഇതും ഫ്രിഡ്ജിൽ എന്തെങ്കിലും മെയിൻ ഞാൻ ഫ്രിഡ്ജിലേക്കാണ് മേടിച്ചത്. എന്തെങ്കിലും ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഇത് 3 എണ്ണം. ഇത് ഓരോന്നും 45 രൂപ. 45 രൂപയുടെ എനിക്ക് കിട്ടിയത് 35 രൂപയാണെന്ന് തോന്നുന്നു. 35 രൂപയ്ക്കാണ് കിട്ടിയത്. ഒരെണ്ണം 35 രൂപ. ഇത് 120 രൂപ. പിന്നെ തവി. പിന്നെ മേടിച്ച ഒരു സംഭവം ഇതാണ്. ഇത് നമുക്ക് എന്തിനു യൂസ് ചെയ്യാം. ഫ്രിഡ്ജിന്റെ മേളിൽ ഇത് കട്ട് ചെയ്തിട്ട് ഇത്ര മീറ്റർ എന്നും പറഞ്ഞാൽ കിട്ടുന്നത്. ഇതിന്റെ വില ഞാൻ മറന്നുപോയി. ഓൾറെഡി ഞങ്ങൾ കട്ട് ചെയ്തു. ഇത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വേണമെങ്കിലും ഇടാം, ഫ്രിഡ്ജിന്റെ മേളിൽ ഇടാം. ഇനി മേശയ്ക്ക് വിരിയായിട്ട് വേണമെങ്കിൽ ഇടാം, അലമാരിയിൽ ഇങ്ങനെ ഉള്ള സ്ഥലത്ത് വിരിച്ചിടാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് എന്നിട്ട് വേണ്ടടുത്ത് ഇടാം. ഞാനിപ്പോ ഫ്രിഡ്ജിന്റെ മേളിൽ ഇട്ടിട്ടുണ്ട്, മേശയുടെ മേളിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഒത്തിരി യൂസ്ഫുൾ ആയത്. പിന്നെ ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്തോ മനസ്സിലായി? ബൾബാന്ന് തോന്നുന്നുണ്ടോ? ഇത് ബൾബല്ല, നമ്മുടെ ഗ്ലാസ് ആണ്, ജ്യൂസൊക്കെ ഒഴിക്കാൻ. എന്നിട്ട് സ്ട്രോ ഇട്ട് എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി മേടിച്ചതാകട്ടെ. ഇത് 90 രൂപയാ. നമുക്ക് വീഡിയോയ്ക്കൊക്കെ ഞാൻ ജ്യൂസിന്റെയോ ഷെയ്ക്കിന്റെയോ ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കാനേ നല്ല ഭംഗിയില്ലേ, അങ്ങനെ മേടിച്ചതാ. എനിക്ക് ഉണ്ണിയപ്പം പാത്രം ഇല്ലായിരുന്നു. ഇത് പക്ഷെ നോൺ സ്റ്റിക്കിന്റെയാ. നോൺ സ്റ്റിക്കിന്റെതിനേക്കാൾ നല്ലത് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന അല്ലാത്തതാ. പക്ഷെ അത് ഇവിടെ കിട്ടില്ല. ഇത്തിരി വലിയ കുഴിയുമാ. എത്രണ്ണം ഉണ്ട്? 2, 4, 12 ഉണ്ണിയപ്പം. ഇതിന്റെ വില 760 രൂപയാണ്. നോൺ സ്റ്റിക്കിന്റെ ഇതിനേക്കാൾ മറ്റേതാ നല്ലതെന്ന് ഞാൻ പറയാൻ കാര്യം, നമ്മൾ ഈ നോൺ സ്റ്റിക്കില് ഉണ്ണിയപ്പമോ എന്തെങ്കിലും ഉണ്ടാക്കിയാലുണ്ടല്ലോ അത് പെട്ടെന്ന് ഇനി ഇളകി വരും. പക്ഷെ മറ്റേതിലാണെന്നുണ്ടെങ്കിൽ അത് വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ടാൽ മതി, ഇങ്ങനെ ഇളകി വരില്ല. ഇതിനകത്തൊന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇളകി വരും. ആ ഒരു പ്രോബ്ലമേ ഉള്ളൂ, അല്ലാതെ പ്രോബ്ലം ഒന്നുമില്ല നോൺ സ്റ്റിക്കിന്റെ ഉണ്ണിയപ്പച്ചട്ടിക്ക്. അപ്പൊ കുറെ നാളായിട്ട് വിചാരിക്കുകയാണ് ഈ ഒരു ഉണ്ണിയപ്പൻ പാത്രം മേടിക്കണമെന്ന്. ഇത് ഡിമാർട്ടിൽ നിന്ന് മേടിച്ചതാ. ഇതിപ്പോ ഇത്ര കുറേ ഉണ്ട് എന്റെ കയ്യിൽ. ഇത് 98 രൂപയാണേ. ഇതിനേക്കാൾ വലുതും ഇതിനേക്കാൾ പൊക്കമുള്ളതും ഇതിനേക്കാൾ നീളമുള്ളതും ഒക്കെ ആയിട്ട് കുറെ ഉണ്ട് എന്റെ കയ്യില്. അതായത് പാത്രങ്ങളൊക്കെ ഇട്ട് വെക്കാനും, യൂസ് ചെയ്യാത്ത പാത്രങ്ങൾ, ചെറിയ ഡബ്ബകളൊക്കെ ഇട്ട് വെക്കാനും. പിന്നെ ഞാൻ ഇടയ്ക്ക് വ്ളോഗിൽ കാണിച്ചിട്ടില്ലേ നിങ്ങളെ, എണ്ണക്കുപ്പിയും, എണ്ണ, ഒലിവ് ഓയില്, വെളിച്ചെണ്ണ, സൺഫ്ലവർ, ഇതെല്ലാം കൂടെ ഒരെണ്ണത്തിനകത്താക്കി ഇങ്ങനെ വെക്കാനും. കൊച്ചു കൊച്ചു ഡബ്ബകൾ, അതായത് കടുക്, ഉലുവ, ജീരകം, ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം കുപ്പികളെല്ലാം കൂടെ വെക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് കുറെ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ എക്സ്ട്രാ ഒരെണ്ണം കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ്
മേടിച്ചത്. അത് മാത്രമല്ല, കൊച്ചു കൊച്ചു അലമാരിക്കകത്ത് ചെറിയ ചെറിയ തുണികൾ മടക്കി വെക്കാം, സോക്സോ പിന്നെ റൂമാലുകളോ അങ്ങനെയൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്രീമുകള്, പെർഫ്യൂമുകള്, ഇതെല്ലാം കൂടി ഇട്ട് വെക്കാനും എല്ലാത്തിനും വേണ്ടി ഇതിന്റെ പല ഷേപ്പിലുള്ളത് കിട്ടും. അപ്പൊ അതെല്ലാം ഞാൻ പറഞ്ഞ ഡിമാർട്ടിനകത്തോട്ട് കയറി ഈ ഒരു സെക്ഷനിലോട്ട് കയറിയാല് ഏതെടുക്കണം എന്നറിയില്ല. അത്ര രീതിയിലാണ്, പല പല ഡിസൈനുകളില്, പല അളവില്, പല ഷേപ്പില്. ഏതെടുക്കണമെന്നറിയാൻ ആകെ കൺഫ്യൂസ് ആയി പോകും. എങ്കിലും ഞാൻ കൺട്രോൾ ചെയ്തിങ്ങി വരും. ഇപ്രാവശ്യം ഞാൻ പോയിട്ട് ഈ ഒരെണ്ണേ എടുത്തുള്ളൂ. ഡിമാർട്ട് കഴിഞ്ഞാൽ ഞാൻ സാധനങ്ങൾ മേടിക്കുന്ന ലോക്കൽ ഷോപ്പ് എന്ന് പറഞ്ഞത് ഇതാണ്. എൻ്റെ ഈ വീട്ടിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഈ ഷോപ്പിൽ നിന്നുള്ളതാണ്. നല്ല ഹോൾസെയിൽ റേറ്റിന് കിട്ടും, നല്ല സാധനങ്ങളുമാണ്. നമുക്ക് ഒരു വീട്ടിൽ എന്തൊക്കെ വേണമോ അതെല്ലാം ഇവിടെ കിട്ടും. പക്ഷെ ഇപ്പോൾ ഈ ഷോപ്പ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിരുന്നു. ഇപ്പോൾ ഇത് ഇവിടുന്ന് മാറി ഈ മാസം 15-ാം തീയതി തൊട്ട് വേറെ സ്ഥലത്തോട്ട് പോകുക. അവിടെ അങ്ങോട്ട് പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 2-2.5 കിലോമീറ്ററേലും കാണും. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഈ ഷോപ്പ് എന്ന് പറയുന്നത്. എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമനുസരിച്ച് നോക്കിയെടുക്കാനും, അതിനേക്കാൾ ഉപരി ആ കടയിൽ നിൽക്കുന്ന പിള്ളേര്, നമ്മൾ ഒരു പ്രാവശ്യം കയറിയാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ കടയിൽ കയറിപ്പോകും. കാരണം അത്ര നല്ല സഹകരണമാണ് പിള്ളേര്. കാരണം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു ഐഡിയ കിട്ടിയാൽ അവർ നമ്മളെ ഇങ്ങോട്ട് സാധനങ്ങൾ എടുത്ത് കാണിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മേടിക്കാം, അല്ലെങ്കിൽ വേണ്ട. പക്ഷെ അങ്ങനെ എല്ലാ കടക്കാരും ഒന്നും അങ്ങനൊന്നും കാണിക്കില്ല. അതവരുടെ ഒരു ബിസിനസ് ടെക്നിക്കാ. അപ്പോൾ ഇതൊക്കെയാണ് ഈ 2-3 ദിവസം ഞാൻ പലയിടത്തു നിന്നായിട്ട് ചെയ്ത ചെറിയ ചെറിയ ഷോപ്പിങ്ങിന് മേടിച്ച, വീട്ടിലേക്ക് അത്യാവശ്യം മേടിച്ച സാധനങ്ങൾ. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ എന്തുവാ ഇത്ര കാണിക്കാൻ, എല്ലാ വീട്ടിലും മേടിക്കുന്നതല്ലേന്ന്. പക്ഷെ ഞാൻ ഷോപ്പിങ്ങിന്റെ ഒക്കെ വീഡിയോകൾ ഇടുമ്പോൾ പലർക്കും അതിഷ്ടമാണ്, ഇനിയും കാണിക്കണമെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് കാണാൻ വേണ്ടി ഇട്ടുവെന്നേ ഉള്ളൂ. ഇതിൽ താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ഈ വ്ളോഗ് കാണരുതേ. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.